ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ്. ഇന്നത്തെ ഡിഷ് ഒരു ബട്ടർ ചിക്കനാണ്. അത് ഞാനല്ല ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്, എൻ്റെ മകളാണ്. ഇതാണ് എൻ്റെ മോള് കൃഷ്ണപ്രിയ. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൃഷ്ണപ്രിയയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോനെ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ട് അതിടാം. ഒരു അനിയൻ, കുറച്ച് ഉണക്കമുളക്, പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക്. ഇതിലൊരു ഇത്തിരി വെള്ളം, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഒരു സീറ്റി അടിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, ഇത് നമ്മൾ 200 grams ഓഫ് ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്താക്കണേ. അതിലേക്ക് 2 teaspoon ഓഫ് കേർഡ്, 1/2 teaspoon പെപ്പർ പൗഡറും 1 teaspoon ഗരം മസാല, 1.5 teaspoon ഓഫ് ചില്ലി പൗഡർ, ഇത്തിരി സോൾട്ടും പിന്നെ ടർമറിക് പൗഡറും. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കലെ തന്നെ ഇതിൽ കുറച്ച് കസ്തൂരി മേത്തി കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് സൈഡിൽ വെക്കാം. അപ്പം നേരത്തെ കുക്കറിൽ നമ്മളൊരു വിസിലടിച്ചെടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ശരിക്കും കുക്കായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബ്ലെൻഡറിൽ ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ കടായി ഗരമായി. അപ്പോൾ നമുക്ക് ഇത്തിരി ബട്ടർ ഇടാം. അപ്പം നെക്സ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കുക്കായി. നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം അതേ സെയിം പാനിൽ, ചിക്കൻ വറുത്ത സെയിം പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇടാം. എന്നിട്ട് നമ്മൾ നേരത്തെ പ്യൂരി ചെയ്ത് വെച്ച പേസ്റ്റ് അതിലേക്ക് ഇടാം. അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത മസാലാസ് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഇനി ഫൈനൽ സ്റ്റെപ്പ് ഇതിൽ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി കസൂരി മേത്തി ആഡ് ചെയ്യാം. പിന്നെ ഇളക്കണ്ട, ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. സെർവ് ചെയ്യണ സമയത്ത് ഇതിനൊന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ബട്ടർ ചിക്കൻ, ഇതാണ് ഗാർലിക് നാൻ. അപ്പം ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം എൻ്റെ മോളുണ്ടാക്കിയ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പം സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.